ഹലോ, നമുക്ക് പുതിയൊരു പാഠഭാഗം ഇന്ന് പഠിക്കാം. നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സോഷ്യൽ കേസ് വർക്കാണ് നമ്മൾ പഠിച്ചു തീർന്നിട്ടുള്ളത്, ഫുള്ളായിട്ടും പഠിച്ചു തീർന്നിട്ടുള്ളത്. അതിനകത്ത് നമ്മൾ പഠിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സോഷ്യൽ കേസ് വർക്കിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ള നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. സ്റ്റഡിയിൽ തുടങ്ങി ഫോളോ അപ്പിൽ അവസാനിപ്പിക്കുന്ന വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് സോഷ്യൽ കേസ് വർക്ക് എന്ന് പറയുന്ന പ്രക്രിയ പൂർത്തിയാവുന്നത്, അല്ലേ? We have learned that in detail. Similarly, social group work also goes through a process. സോഷ്യൽ ഗ്രൂപ്പ് വർക്കിനും ഇതുപോലൊരു പ്രോസസ്സുണ്ട്. ഒരു പ്രോസസ്സിലൂടെ കടന്നുപോയിക്കൊണ്ടാണ് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ ഈ സോഷ്യൽ ഗ്രൂപ്പ് വർക്കിലെ പ്രോസസ്സുകൾ എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റി ആളുകൾ വ്യത്യസ്തമായുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ BW ടക്മാൻ എന്ന് പറയുന്ന സോഷ്യൽ സയൻറ്റിസ്റ്റ് സോഷ്യൽ ഗ്രൂപ്പ് വർക്കിൻ്റെ ഘട്ടങ്ങൾ ഏതെല്ലാം എന്നതിനെപ്പറ്റി നൽകിയിട്ടുള്ള വിശദീകരണമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അത് വളരെ എളുപ്പമുള്ളതാണ്. അതായത് നമുക്ക് ഏറ്റവും നന്നായിട്ട് ആ ഗ്രൂപ്പ് വർക്ക് പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത് എന്ന് വിശദീകരിക്കാൻ അദ്ദേഹം നൽകിയിട്ടുള്ള ഉദാഹരണങ്ങൾ, അദ്ദേഹം നൽകിയിട്ടുള്ള വിശദീകരണം വളരെ നല്ലതാണ്. അപ്പോൾ നമ്മൾ അതാണ് പഠിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ ടു പേജ് നമ്പർ 24 ഓഫ് അവർ ടെക്സ്റ്റ് ബുക്ക്, ലാസ്റ്റ് പാരഗ്രാഫ്. അവിടെ നമുക്ക് കാണാം സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് പ്രോസസ്സ്. അപ്പോൾ BW ടക്മാൻ്റെ അഭിപ്രായത്തിൽ സോഷ്യൽ കേസ് വർക്ക് 4 ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അതിന് അദ്ദേഹം ഫോമിങ്, നോമിങ്, പെർഫോമിങ് ആൻഡ് റീഫോമിങ് ഓർ ഡിസോൾവിങ് എന്ന് ഉള്ള 4 പേരുകളാണ് അതിന് നൽകിയിട്ടുള്ളത്. ഓക്കെ, സോ അക്കോർഡിംഗ് ടു W. ടക്മാൻ, the stages of group development are forming, noming, performing and reforming. The last stage is also called dissolving stage. Okay, so let's learn a bit more about these stages. എന്താണ് നമുക്ക് നോക്കാം. നോക്കിയാൽ നമ്മൾ ഈ സ്ലൈഡ് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. BW ടക്മാനാണ് ഈ പറഞ്ഞിട്ടുള്ളത്, നമുക്ക് മനസ്സിലാവും. പേരുകൾ: ഫോമിങ്, നോമിങ്, പെർഫോമിങ്, റീഫോമിങ്. റീഫോമിങ്ങിന് ഡിസോൾവിങ് എന്നും കൂടെ പറയും. അപ്പോൾ നമ്മൾ കാണാതെ പഠിക്കണം, എന്നിട്ട് വായിച്ച് പഠിക്കേണ്ടതാണ്. സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് പ്രോസസ്സിലെ സ്റ്റേജസ് ഏതെല്ലാം, പ്രോസസ്സ് വിവരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത് ഈ 4 പേരുകളാണ്. ഏതൊക്കെയാണ്? ഫോമിങ്, നോമിങ്, പെർഫോമിങ്, റീഫോമിങ്. ഈ 4 പേരുകൾ ആരെഴുതണം? നമ്മൾ എഴുതണം. എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ ചോദ്യം എന്തായിരിക്കും? സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് പ്രോസസ്സ് എന്നുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ട കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചിലപ്പോൾ ഇത് ഒറ്റ വീഡിയോയിൽ നമുക്കിത് തീർക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ 3-4 വീഡിയോ ആയിട്ടാണ് ചെയ്യുക. അപ്പോൾ അതിനകത്ത് ഞാൻ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്നിങ്ങനെ പേര് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആ ഓർഡർ ശരിയായി വെച്ചിട്ട് അത് നോക്കി പഠിക്കണം. ഓക്കെ, ഈ ക്രമത്തിൽ തന്നെ പോയാലേ നമുക്ക് ഗുണമുള്ളൂ. അപ്പോൾ സോഷ്യൽ കേസ് വർക്കായാലും സോഷ്യൽ ഗ്രൂപ്പ് വർക്കായാലും അതിനകത്ത് പ്രോസസ്സിനകത്ത് നമ്മളൊരു ഓർഡർ ക്രമം നൽകിയിട്ടുണ്ട്. ആ ക്രമം നമുക്ക് തെറ്റിക്കാൻ പാടുള്ളതല്ല, പ്രത്യേകിച്ചും സോഷ്യൽ ഗ്രൂപ്പ് വർക്കിൻ്റെ കാര്യത്തിൽ. അപ്പോൾ നമ്മൾ ഇത് ഒരു പ്രത്യേക ക്രമത്തിൽ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. നമുക്ക് ആദ്യത്തെ സ്റ്റേജായിട്ടുള്ള ഫോമിങ് സ്റ്റേജ്, അപ്പോൾ അതൊരു രൂപീകരണ ഘട്ടം എന്നോ ഒക്കെ നമുക്ക് മലയാളത്തിലാക്കാം. ഗ്രൂപ്പ് രൂപീകരിക്കുന്ന ഘട്ടം എന്നുള്ള മട്ടിലൊക്കെയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ടെക്സ്റ്റിലെ 24-ാമത്തെ പേജ്, 24-ാമത്തെ പേജ് കഴിഞ്ഞ് 25-ാമത്തെ പേജ്, അതിൻ്റെ ഫസ്റ്റ് പാരഗ്രാഫ് നമുക്ക് നോക്കാം. ഫോമിങ് ഫേസ് നമ്മൾ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് നമ്മുടെ ടെക്സ്റ്റിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് നമുക്കൊന്ന് നോക്കണം, എന്നിട്ട് നമുക്ക് വിശദീകരിക്കാം. This phase is concerned with the formation of the group, deciding the purpose of the group, selection of potential members, inducting them to the group, contracting and setting the environment for the group are considered as the stages of group formation. As we set the goals and select members for this stage, this phase is very crucial in proceeding with the group work process. ഇപ്പോൾ ഇതാണ് ടെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്താണ് അത് നോക്കാം. അപ്പോൾ ഈ ഫോമിങ് ഫേസ് എന്ന് പറയുന്നത്, ദിസ് ഫേസ് ഈസ് കൺസേൺഡ് വിത്ത് ദ ഫോർമേഷൻ ഓഫ് ദ ഗ്രൂപ്പ്. ഈ ഘട്ടത്തിലാണ് നമ്മൾ ഗ്രൂപ്പ് ഫോം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഘട്ടമാണ്. ഓക്കെ, ഗ്രൂപ്പ് നമ്മൾ ഫോം ചെയ്യാൻ പോവാണ്. അതാണ് ഈ ഫോമിങ് ഫേസ് ചെയ്യാൻ പോകുന്നത്.
അപ്പോൾ അവിടെ എന്തൊക്കെ നമ്മൾ തീരുമാനിക്കണം? ഡിസൈഡിങ് ദ പർപ്പസ് ഓഫ് ദ ഗ്രൂപ്പ്. എന്താണ് നമ്മൾ രൂപീകരിക്കാൻ പോകുന്ന ഗ്രൂപ്പിൻ്റെ ലക്ഷ്യം? ഓക്കെ, ദ ഗ്രൂപ്പ് മസ്റ്റ് ഹാവ് എ പർപ്പസ്, റൈറ്റ്? സോ ബിഫോർ ഫോമിങ് ദ ഗ്രൂപ്പ് വി മസ്റ്റ് ഡിസൈഡ് ഓൺ ദ പർപ്പസ് ഓഫ് ദ ഗ്രൂപ്പ്. ഫോർ വാട്ട് പർപ്പസ് ആർ വി ഫോമിങ് ദിസ് ഗ്രൂപ്പ്? അത് നമ്മൾ തീരുമാനിക്കണം. ദെൻ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് സെലക്ഷൻ ഓഫ് പൊട്ടൻഷ്യൽ മെമ്പേഴ്സ്. ഈ ഗ്രൂപ്പിൽ അംഗങ്ങളാവാൻ സാധ്യതയുള്ള ആളുകളെ തിരഞ്ഞെടുക്കുക. ഓക്കെ, ഇറ്റ് ഈസ് ലാർജ്ലി ഡിഫൈൻഡ് ബൈ ദി പർപ്പസ് ഓഫ് ദ ഗ്രൂപ്പ്. അപ്പോൾ ഒരു ലക്ഷ്യം ഈ ഒരു പ്രത്യേക ഗ്രൂപ്പ് വർക്കിലൂടെ നമ്മളൊരു ലക്ഷ്യം വയ്ക്കുന്നത് എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ അതിൽ അംഗങ്ങളാവാൻ കഴിവുള്ള ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്യണം. ഓക്കെ, സെലക്ഷൻ ഓഫ് പൊട്ടൻഷ്യൽ മെമ്പേഴ്സ് ഗ്രൂപ്പ് വർക്ക് ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യമാണ്. വി നീഡ് ടു ഐഡൻറ്റിഫൈ പീപ്പിൾ ഹു ആർ പൊട്ടൻഷ്യലി പോസിബിൾ ടു ജോയിൻ അവർ ഗ്രൂപ്പ്. അപ്പോൾ ഈ ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യാൻ പറ്റിയ ആൾക്കാരെ ഏതൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കണം. ഇൻഡക്റ്റിംഗ് ദം ടു ദ ഗ്രൂപ്പ്. പിന്നെ അവരെ ആ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തുക എന്നുള്ള, ഇൻഡക്റ്റ് ചെയ്യുക. ഇൻഡക്ഷൻ എന്നുള്ള വാക്ക് നമ്മളെപ്പോഴും പറയുന്നത് ഈ ഇൻഡക്ഷൻ പ്രോഗ്രാം എന്നൊക്കെ പൊതുവെ കോളേജുകളിലും അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും കമ്പനികളിലൊക്കെ ജോലി കഴിഞ്ഞാൽ അവിടെ ഇൻഡക്ഷൻ പ്രോഗ്രാം നടത്തുന്നത് വെച്ചാൽ അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഉൾപ്പെടുത്തുകയാണ്, അതിനകത്ത് നമ്മൾ കൊണ്ടുവരികയാണ്. ഇൻഡക്ഷൻ പ്രോഗ്രാം, അതാണ് ഇൻഡക്റ്റിംഗ് ദം ടു എ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമാക്കി മാറ്റുക എന്നർത്ഥം. കോൺട്രാക്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം ബന്ധിപ്പിക്കുക എന്നർത്ഥം. ആൻഡ് സെറ്റിംഗ് ദ എൻവിറോൺമെൻറ്റ് ഫോർ ഗ്രൂപ്പ് ആർ കൺസിഡേർഡ് ആസ് ദ സ്റ്റേജസ് ഓഫ് ഗ്രൂപ്പ് ഫോർമേഷൻ. സെറ്റിംഗ് ദ എൻവിറോൺമെൻറ്റ് ഫോർ ഗ്രൂപ്പ് വർക്കിന് ആവശ്യമായിട്ടുള്ള അന്തരീക്ഷം ഒരുക്കുക. ഇതൊക്കെയാണ് ഫോമിംഗ് സ്റ്റേജിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഫോർമേഷൻ്റെ ഭാഗമായിട്ട് നടക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്തിൽ ചെയ്യണം? ഈ പറയുന്ന ഫോമിംഗ് ഫേസസ് ചെയ്യണം. As we set goals and select members at this stage, this phase is very crucial in proceeding with the group work process. അപ്പോൾ ലക്ഷ്യങ്ങൾ തീരുമാനിക്കുകയും അതിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന ഘട്ടമായതുകൊണ്ട് ഗ്രൂപ്പ് വർക്ക് പ്രോസസ്സിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് ഈ ഫോമിംഗ് ഫേസ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് പ്രോസസ്സിൻ്റെ ആദ്യത്തെ ഘട്ടമാണ് ഏത്? ഫോമിംഗ് ഫേസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത് ഗ്രൂപ്പിൻ്റെ രൂപീകരണമാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ ആലോചിക്കും? ഈ ഗ്രൂപ്പ് കൊണ്ട് ലക്ഷ്യം എന്താണ്? ഈ ഗ്രൂപ്പിൻ്റെ ലക്ഷ്യം എന്താണ്? ഈ ഗ്രൂപ്പിൽ ആരൊക്കെ അംഗങ്ങളാക്കാൻ പറ്റും അവരെ നമ്മൾ തിരഞ്ഞെടുക്കുക. അതുപോലെ ഈ ഗ്രൂപ്പിലേക്ക് ആളുകളെ ഉൾച്ചേർക്കുക, പരസ്പരം ബന്ധിക്കുക, ഗ്രൂപ്പ് വർക്ക് നടത്താൻ അനുയോജ്യമായിട്ടുള്ള ഒരു അന്തരീക്ഷം രൂപീകരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഫോമിംഗ് ഫേസിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതെങ്ങനെയാണ് നമ്മുടെ ബിയാസിൻ്റെയും കൂട്ടുകാരുടെയും കാര്യത്തിൽ ചെയ്തത് എന്ന് കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ബിയാസിൻ്റെയും കൂട്ടുകാരുടെ കാര്യത്തിൽ എന്താണ് ചെയ്തതെന്നുള്ളത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. നമുക്കതൊന്ന് നോക്കാം, വായിച്ച് നോക്കാം. ഇൻ കേസ് ഓഫ് ബിയാസ് ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ഓക്കെ, നമുക്ക് ടെക്സ്റ്റിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? In the case of Bias and his friends, the purpose for which the group is formed to work on a psychosocial problem, their stage fright. In order to develop communication and presentation skills, Bias, Sharath, Somu and 13 other friends from the school having the same need were identified by the worker. They were intimated and invited to the group. The first meeting was convened and the members were inducted to each other to induce them to the group. A mutual contract was developed among the members and between the worker regarding the purpose and objective of the group. To set the environment of the group meeting, the venue, time and frequency were decided. അപ്പോൾ നമ്മളെല്ലാവരും ഇത് കേട്ടല്ലോ അല്ലേ? നമുക്ക് എന്താണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് നോക്കാം. എന്തൊക്കെയാണ് നമ്മുടെ ബിയാസിൻ്റെയും കൂട്ടുകാരുടെയും കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം. In the case of Bias and his friends, the purpose of the group work is from work on a psychosocial problem. ഒരു പ്രത്യേക മനോസാമൂഹ്യ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ബിയാസിൻ്റെയും കൂട്ടുകാരുടെയും ഗ്രൂപ്പ് രൂപീകരിക്കുന്നത്. അത് സ്റ്റേജ് ഫ്രൈറ്റ് എന്ന് പറയും. അപ്പോൾ സ്റ്റേജിൽ കയറി ആളുകളെ അഭിമുഖീകരിച്ച് സംസാരിക്കാനുള്ള പേടി എന്നുള്ളതാണ് അവർ നേരിടുന്ന സൈക്കോസോഷ്യൽ പ്രോബ്ലം. അത് പരിഹരിക്കാനാണ് ഈ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത്. In order to develop communication and presentation skills, അപ്പോൾ അവർക്ക് എന്താ വേണ്ടത്? അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, ആശയവിനിമയ ശേഷിയും പ്രസൻറ്റേഷൻ സ്കിൽ, കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള ശേഷിയും വികസിക്കണം. അതിനു വേണ്ടിയിട്ട് ബിയാസ്, ശരത്ത്, സോമു അതിന് പുറമെ 13 മറ്റു കൂട്ടുകാരെയും സ്കൂളിൽ നിന്ന് വർക്കർ കണ്ടുപിടിച്ചു. അതാണ് ആദ്യത്തെ. ഈ ഗ്രൂപ്പിൽ ചേരാൻ വേണ്ടിയിട്ട്
ഉള്ള പറ്റുന്ന പൊട്ടൻഷ്യൽ മെമ്പേഴ്സിനെ സെലക്ട് ചെയ്യണം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളൂ. ആ കാര്യമാണ് ഇവിടെ നടക്കുന്നത്. ബിയാസും ശരത്തും സോമുവും ആദ്യമേ ഉണ്ട്. അതിനു പുറമെ 13 മറ്റു കുട്ടികളെയും കൂടി ഇതേ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഗ്രൂപ്പ് വർക്കർ കണ്ടുപിടിച്ചു. They were intimated and invited to the group. അപ്പോൾ അവരെല്ലാവരെയും വിവരം അറിയിച്ചു. എന്നിട്ട് അവരെല്ലാവരും ഗ്രൂപ്പിലേക്ക് ക്ഷണിച്ചു. In the first meeting was convened and the members were introduced to each other to introduce them to the group. അപ്പോൾ ആദ്യത്തെ ഒരു മീറ്റിംഗ് കൂടി അതിലെ മെമ്പേഴ്സിനെ എല്ലാവരും പരസ്പരം പരിചയപ്പെടുത്തി. അതിൻ്റെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തമ്മിലൊരു പരസ്പര ബന്ധം ഉണ്ടാവുക, അവരെ പരസ്പരം അറിയുക എന്നുള്ള ലക്ഷ്യമായിരുന്നു. A mutual contract was developed among the members and between the worker regarding the purpose and objective of the group. അപ്പോൾ ഈ ഗ്രൂപ്പിൻ്റെ ലക്ഷ്യം എന്താണ്, അതിൻ്റെ ഉദ്ദേശ്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് ഗ്രൂപ്പ് അംഗങ്ങൾ തമ്മിലും വർക്കറും ഗ്രൂപ്പ് അംഗങ്ങൾ തമ്മിലും ഒരു പരസ്പരമായിട്ടുള്ളൊരു തീരുമാനം, മ്യൂച്വൽ കോൺട്രാക്റ്റ് എന്നൊക്കെ പറയും, പരസ്പരമുള്ളൊരു ഉടമ്പടി പോലെ ഉണ്ടായി. To set the environment of group meetings, the venue, time and frequency were decided. അതിന് പുറമേ ഇത് നമുക്കൊരു സ്ഥലം വേണമല്ലോ ഈ ഗ്രൂപ്പ് മീറ്റിംഗ്സ് നടത്താൻ. അപ്പോൾ അതിനൊരു വെന്യൂ എന്ന് പറഞ്ഞാൽ വേദി, സ്ഥലം നടത്തും. സമയം എത്ര മണിക്കാണ്, ഏത് സമയത്താണ്, ഏത് ദിവസമാണ് നടത്തേണ്ടത്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത് എത്ര പ്രാവശ്യം, എല്ലാ ദിവസവും വേണോ, അല്ലെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യം, അല്ലെങ്കിൽ മാസത്തിൽ 5 പ്രാവശ്യം, ഇങ്ങനെ നമുക്ക് തീരുമാനിക്കാൻ പറ്റും. അത് മുൻകൂട്ടി തീരുമാനിക്കുന്നത്. അതിനാണ് നമ്മൾ അതിൻ്റെ ഒരു എൻവയോൺമെൻറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് ഫോമിംഗ് ഫേസിൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കുക. നമ്മളിപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ ഗ്രൂപ്പ് വർക്കിലെ ഒന്നാമത്തെ ഘട്ടം 4 ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് പൂർത്തിയാവുന്നത്. അതിൽ ഒന്നാമത്തെ ഘട്ടമാണ് ഫോമിംഗ് ഫേസ്. ഇവിടുത്തെ ഗ്രൂപ്പ് രൂപീകരണ ഘട്ടമാണ്. അപ്പോൾ അത് എന്താണെന്നാണ് ഈ ഇത്ര നേരം ഞാൻ വിശദീകരിച്ചത്. അത് ബിയാസിൻ്റെയും കൂട്ടുകാരും എങ്ങനെ ചെയ്തു എന്നും കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ കഴിഞ്ഞ ദിവസം അസൈൻമെൻ്റ് ഉണ്ടല്ലോ, അതെല്ലാവരും ചെയ്തിട്ട് വേഗം തന്നെ അയക്കുക. നമുക്ക് ഇനി ഇതിൻ്റെ അടുത്ത ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കേൾക്കാം. ഓക്കെ, ശരി. അപ്പോൾ എല്ലാവരും ഈ ഭാഗം പഠിക്കുക.